Hey all, today is day 5 of my 50 day social media detox challenge. Instead of spending hours of doom scrolling, I decided to step out of my comfort zone and create my very first reading vlog. Join me as I slow down, reconnect with myself, and enjoy the simple joy of getting lost in a good book. Do you hear that? My sanity about to break while everyone I know's out. On a trip, on a boat, on a lake. I'm tired of feeling all FOMO. Babe, I don't even care if we stay home. Put our to-do list on ice. ഇന്ന് ഞാൻ വായിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത് മാർക്ക് മാൻസൺ എഴുതിയ ദ സബ്റ്റിൽ ആർട്ട് ഓഫ് നോട്ട് ഗിവിങ് യു എഫ് ബുക്ക് പുസ്തകമാണ്. ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എപ്പോഴും പോസിറ്റീവായിരിക്കണം എന്നല്ല അത് പറയുന്നത്. ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവും, പരാജയങ്ങളുണ്ടാവും, എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ നമുക്ക് കഴിയില്ല എന്ന യാഥാർത്ഥ്യമാണ് ഈ ബുക്ക് തുറന്ന് പറയുന്നത്. ഇത് കുറച്ച് കോൺട്രാഡിക്ടറി ആയിട്ടുള്ള ബുക്കാണ്. കാരണം ചില റീഡേഴ്സ് ഇത് വായിച്ചപ്പം ഇതിനകത്തുനിന്ന് ഉൾക്കൊണ്ട കാര്യങ്ങൾ വ്യത്യാസമാണ്. പക്ഷേങ്കിൽ എനിക്കിതിനകത്ത് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തിനാണ് പ്രാധാന്യം നൽകേണ്ടത് എന്ന് തിരഞ്ഞെടുക്കാൻ നമ്മൾ പഠിക്കണം. അതായത് എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഒരുപോലെ പ്രതികരിക്കരുത്, ഒരുപോലെ പ്രാധാന്യം നൽകരുത്. ശരിക്കും നമ്മുടെ ജീവിതത്തെ മാറ്റാൻ കഴിയുന്ന കാര്യങ്ങളിലാണ് ശ്രദ്ധ കൊടുക്കേണ്ടത്. ഒന്നാമത്തെ ചാപ്റ്ററിൽ പരാജയങ്ങളെ പേടിക്കാതെ അവയിൽ നിന്ന് എന്ത് പഠിക്കണം എന്നുള്ള പറയുന്നത്. അതേസമയം തന്നെ മറ്റൊരു ഭാഗത്ത് മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുന്നതിനേക്കാളും സ്വന്തം മൂല്യത്തിനനുസരിച്ച് ജീവിക്കുന്നത് എത്ര പ്രധാനപ്പെട്ടതാണെന്ന് വിശദീകരിക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആശയം എന്താണെന്ന് വെച്ചാൽ നോ പറയാൻ പഠിക്കണം എന്നാണ്. ഈ ഒരു സമൂഹത്തിൽ ഒരു ഭയങ്കര പീപ്പിൾ പ്ലീസിങ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം എല്ലാ അവസരങ്ങളും എല്ലാവരെയും നമ്മൾ ഒരേപോലെ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുകളയണം, ചില കാര്യങ്ങൾ നമ്മൾ നോ പറയണം. നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്താൻ കഴിയുന്നത് അപ്പം മാത്രമാണ്. ഈ സോഷ്യൽ മീഡിയ ഡീറ്റോക്സ് സമയത്ത് ഈ പുസ്തകം വായിക്കുന്നത് എനിക്ക് ശരിക്കും ഒരർത്ഥവത്തായിട്ട് തോന്നി. കാരണം ഫോൺ മാറ്റി വെച്ച് ഒരു നല്ല പുസ്തകമായിട്ട് സമയം ചിലവഴിക്കുമ്പോൾ മനസ്സ് കൂടുതൽ ശാന്തമാവുകയും നമുക്ക് കുറച്ചും കൂടെ ഒരു വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുകയും ചെയ്യുന്നു. എനിക്ക് എന്നെ തന്നെ കുറച്ചും കൂടെ മനസ്സിലാക്കാനും എന്തൊക്കെ ഡിസിഷൻസാണ് ഞാൻ എടുക്കേണ്ടതെന്ന് മനസ്സിലാക്കാനും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ ഒരു 50 ദിവസത്തെ യാത്രയിൽ ഓരോ ദിവസവും ഓരോ പുതിയ ശീലം വളർത്തുക, ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യുക എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ബുക്ക് വായിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. ഈ ബുക്ക് വായിക്കാൻ വേണ്ടി എടുത്തപ്പോൾ ഞാൻ ഓർത്തത് കുറച്ച് ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ കുറച്ച് പേജുകൾ മാത്രം വായിക്കുക. കാരണം അങ്ങനെ തന്നെയായിരുന്നു ഞാനിത് പ്ലാൻ ചെയ്തത്. പക്ഷേ ഈ ബുക്ക് വായിച്ചു തുടങ്ങിയപ്പോഴാണ് അതിൽ ഓരോ ചാപ്റ്റേഴ്സും അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായത്. ഒന്ന് വായിച്ചു കഴിയുമ്പം ഞാൻ അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് സ്ലിപ്പായിട്ട് പോകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റ ദിവസം കൊണ്ട് ഈ ബുക്ക് കംപ്ലീറ്റ് വായിച്ചു. ചെറിയ ബുക്കാണ്. ആ കംപ്ലീറ്റ് വായിച്ചതുകൊണ്ട് തന്നെ അതിലുള്ള എല്ലാ ചാപ്റ്റേഴ്സും ഭയങ്കര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഫസ്റ്റത്തെ ചാപ്റ്റർ തന്നെ ഡോണ്ട് ട്രൈ എന്നാണ് പറയുന്നത്. ആ ഹെഡിങ് വായിക്കുമ്പോൾ നമുക്കൊരു കോൺട്രാഡിക്ഷൻ ആയിട്ട് തോന്നും. നമ്മൾ ലൈഫിൽ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ട്രൈ അഗെയിൻ അങ്ങനെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഡോണ്ട് ട്രൈ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ക്യൂരിയോസിറ്റി വന്നു, എന്താണ് ഇത് പറയുന്നത് എന്നുള്ളത്. അങ്ങനെ അതുപോലുള്ളൊരു ക്യൂരിയോസിറ്റിയാണ് എനിക്ക് മൊത്തത്തിൽ ഈ ബുക്കിൽ തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ ബുക്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആശയമാണ് സെൽഫ് അവെയർനെസ് ഈസ് ലൈക്ക് ആൻ ഒനിയൻ എന്നത്. അതായത് നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് ഒരു ഉള്ളിയെപ്പോലെ തന്നെയാണെന്നാണ്. പല പാളികളായിട്ട് ഓരോ അനുഭവങ്ങൾ, ഓരോ ചിന്തയും, ഭയങ്ങൾ, വിശ്വാസങ്ങൾ, അങ്ങനെ ഓരോരോ പാളികളായിട്ട് നമ്മളിൽ ഒളിഞ്ഞു കിടക്കുന്നതാണ്. നമ്മളെ തന്നെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ആ ഓരോരോ പാളികളും തുറന്നു നോക്കണം. ചിലപ്പോൾ അതത്ര സുഖകരമായിരിക്കില്ല. നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ചില സത്യങ്ങൾ അംഗീകരിക്കാനും ബുദ്ധിമുട്ടാവും. പക്ഷേ ആ അസ്വസ്ഥതകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് യഥാർത്ഥ വളർച്ച മനസ്സിലാകുന്നത്. കാരണം നമുക്ക് നമ്മുടെ വീക്ക്നെസ്, നമ്മുടെ ആയിട്ട് സെൽഫ് അവെയർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പം ഈ ഒരു സോഷ്യൽ മീഡിയ ഡീറ്റോക്സ് എടുത്ത സമയത്ത് തന്നെ ഈ ഒരു ബുക്ക് വായിക്കാൻ എടുത്തത് വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഇതിലുള്ള ഓരോ ചാപ്റ്റേഴ്സിനെ പറ്റിയും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ഇത് എല്ലാവരും ലൈഫിൽ വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ്.
അപ്പോൾ ഇതിൽ ഓരോ ചാപ്റ്റേഴ്സിനെ പറ്റിയും എനിക്ക് ചെറിയ ഷോർട്സോ ലോങ് വീഡിയോസോ എന്തെങ്കിലും ഇടണമെന്നുണ്ട്. ചിലപ്പോൾ ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് കാണുന്നവർ എന്നെ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബാക്കി വീഡിയോസും കൂടി ഒന്ന് എടുത്ത് നോക്കാം. താങ്ക്